ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എനിക്ക് തൊടാനേ അറിയോ? ഓക്കെ. ഒരു ഉമ്മ കൊടുക്ക്, അവ കൊടുക്ക്, അവ. ഒന്ന് കൂടിയോ? ഒരു അവ കൂടി കൊടുക്ക്. ഒരവ കൊടു, എല്ലാവർക്കും അവ കൊടുക്ക്. അത്ര ഒന്ന് മതി. അപ്പൊ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ഹോം. അപ്പം നമ്മൾ കുറേക്കാരൻ ഇന്ന് പോകും, ഇവിടെ ഉണ്ട്. അപ്പം അതിന്റെ മുന്നേ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും വടുക എന്ന് കിട്ടുന്നു? വടുക എന്നല്ലേ? വാ ഡു ഗ. അപ്പം അതാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓയ് ഈ കായ്ക്ക് എന്താ പേര് അറിയാം? ചുണ്ടക്കായ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് വടുക. അതായത് ഇത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടമ്മ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നാട്ടിലെ കണ്ടെനിക്കറിയില്ല. പിന്നെ വയനാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. ഉമ്മാന്റെ ഏരിയയിലാണ് കൂടുതലുള്ളത്. അതായത് മാനന്തവാടി വെള്ളമുണ്ട ഏരിയയിലാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ ഒരു 5ാമത്തെ വയസ്സ് അല്ലേ അമ്മ? അതുവരെ എനിക്ക് ഓർമ്മയില്ലല്ലോ. അപ്പം ഇത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവുന്ന ചുണ്ടക്കായ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ആൾക്കാർ ഇതിന്റെ മേലെ മൂത്രയിച്ച് വെക്കുക. ഇതൊക്കെയാണ് ആൾക്കാർ ഇതിന്റെ മേലെ. അതൊക്കെയാണ് പരിപാടി. ഞാനൊക്കെ മദ്രസ പോകുമ്പോൾ ഇതിന്റെ മേലെ മൂത്രയിച്ച് വെക്കും. എന്നിട്ട് ഉമ്മ അതൊക്കെ വരച്ചു കൊണ്ടുവച്ചു. ഇതായിരുന്നു പണ്ടത്തെ പരിപാടി. കരയാൻ വന്ന് അപ്പം ചുണ്ടക്കായ്, ബാക്ക് ടു ചുണ്ടക്കായ് വടുക. അപ്പം ഈ സാധനം ഉണ്ടല്ലോ, ഐസിക്ക് പറഞ്ഞ ഐസി അല്ല ലൂയി. പിന്നെ ഇത് നമ്മളെന്താക്കും, പിന്നെ വടുക എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ ഒരു ഉണ്ട പോലെ തന്നെ ഇതുപോലെ തന്നെ ആക്കി ഉണ്ടാക്കാൻ വേണ്ടി പോകും. അത് റോഡ് സൈഡ്. ഇതിപ്പോ എവിടെ കുറച്ചുകൊണ്ടെന്ന് മേപ്പാടിന്ന് ഭാഗ്യം കൊണ്ടുവന്നാ. ഓക്കെ. അപ്പം ഇതൊക്കെ റോഡ് സൈഡിൽ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. ഞാൻ അതിന്റെ ഫോട്ടോയോ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഇതിന്റെ കൂടെ ഇടാം. എന്നിട്ട് ഇവരെന്താക്കും, ഈ തണ്ട് മാറ്റിയിട്ട് ഈ ചുണ്ടക്കായ് മാത്രം കണ്ടോ പൊട്ടിച്ചെടുക്കണേ. ഇത് മാത്രം എന്നിട്ട് വേവിക്കും. ഇതിങ്ങനെ എടുത്തിട്ട് ആദ്യം ഇത് കഴുകണ്ടേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിങ്ങനെ എടുത്തതിന് ശേഷം ഇവരെന്താക്കും, ഇതുപോലെ ആക്കും. അതിനുശേഷം കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിക്കും. എന്നിട്ട് 2 വിസിലേറ്റും. എന്നിട്ട് അരി ചോറ്റരി വറക്കും, വറുത്ത് പൊടിക്കും. എന്നിട്ട് ചീനാപ്പറങ്കി ഇല്ലെങ്കിൽ പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ജീരകം, വലിയ ജീരകം എല്ലാം കൂട്ടിയിട്ട് ഇത് മിക്സിയിലിട്ട് നരക്കും. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കും. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി വെയിലത്തുണ്ടാക്കും. ഓക്കെ. അപ്പോൾ ഈ ഓൾ പ്രോസസ്സ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ. അപ്പം ഇതിങ്ങനെ നമുക്കൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്തട്ടാ. നിങ്ങൾക്ക് പുരയില് ഇത് പിന്നെ പൈസ മുടക്കിയിട്ട് ഇതിന്ന് ചെയ്യാണ്ടില്ല. കാരണം റോഡ് സൈഡിൽ നിന്ന് കിട്ടും. വീഡിയോയിലൊക്കെ വെക്കുന്നുണ്ട് ഇതിപ്പോ. വീഡിയോയിൽ വെക്കുന്നുണ്ട്, അതെനിക്കറിയാം. ഇത് തുറമാങ്ങ ഇത്. അപ്പോൾ ഇത് നമുക്ക് എന്താ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പൊ ആദ്യം ഈ പ്രോസസ്സ് കഴിയട്ടെ, എന്നിട്ട് എന്താ സ്റ്റെപ്പൊക്കെ കേറി. ഇനി നമ്മളെ സഹായം വേണ്ടല്ലേ? സ്റ്റെപ്പ് കയറാൻ മതി. അപ്പൊ നമ്മളെ ചുണ്ടക്കായ് മൊത്തം പറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പത്തെ വെള്ളം ഇട്ടിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി. ഇനി കുക്കറിലോട്ട് ഇടുക. ഓക്കെ. അടുപ്പത്തിട്ടാലും മതി. ഞാൻ കുക്കറിലിട്ട് 2 വിസിലേറ്റ് ആയില്ലേ? വെയിറ്റ് റീൽസ് എടുക്കട്ടെ. അപ്പൊ ചുണ്ടക്കായ് മൊത്തം നമ്മളിങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നേരെ നമ്മൾ കുക്കറിലോട്ട് ഇടുന്നു. എന്നിട്ട് ഇത് എത്ര വിസിൽ വരണം? 2 3 കൂടുതലും ഉണ്ട്. വെള്ളം ഒഴിക്കണ്ട? കുറച്ച് വെള്ളം വെള്ളം ഒഴിക്കും. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ വരെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കുന്നു. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ റീൽസ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാട്ടോ 2 വോയിസ് ഒരേ പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഒരു 3 വിസിലല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് കാണാം. ഇത് ശരിക്കും കഴിക്കാൻ പാടില്ലല്ലോ ചുണ്ടക്കായ്.
പച്ച കഴിച്ചാൽ ചത്തൂലേ? പിന്നെ പച്ച ചാഴ്ന്ന പിന്നെ അപ്പൊ ആൾക്കാരിപ്പോ അത് ആയിക്കോട്ടെ. അങ്ങനെയാണ് കോഴി ആരെങ്കിലും പച്ച കഴിക്കലുണ്ടോ? ആരാ കഴിക്കല്? പച്ച കഴിച്ചൊന്നും ആയിപ്പോവില്ല. പക്ഷെ നമ്മള് കഴിക്കാതിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അത് റെഡി ആവട്ടെ കേട്ടോ. അപ്പൊ നമ്മളിതാ അരി പൊടിക്കാൻ വേണ്ടി പോണ്. അരി പൊടിക്കാനല്ല, അരി വറക്കാൻ. പറയൂ, ഉമ്മ എന്തോ പറയാൻ വേണ്ടി വന്നല്ലോ. അപ്പൊ ഇത് കഴി ഉണക്കിയ അരിയാണ്. ഈ സേറ് ഇത് എത്ര കൊല്ലായിന്നാ? 25. സത്യം 25 കൊല്ലം. ഇത് ഞാൻ ഒഴിവാക്കൂല. എന്താ ഉമ്മക്ക് ഇവിടെ വന്നപ്പോ ആദ്യം ഇതാ ഇത് പൊട്ടിയതാണ്. ഞാൻ പുതിയ വാങ്ങിക്ക്. പക്ഷെ എന്നാലും എനിക്കിതേ പറ്റുള്ളൂ. നൊസ്റ്റാളജി. ഓ, അരിയാണ്. ഞാൻ വിചാരിച്ച അരിപ്പൊടിയാണ്. ഏതമ്മായി? ഇപ്പോഴും ഉണ്ട്. നമ്മള് പണ്ട് അന്ന് കല്യാണത്തിന് ഗിഫ്റ്റ് ആയിട്ട് തന്നാ വാടക പോയില്ലേ? അപ്പൊ അമ്മായി ഫസ്റ്റ് തന്നതാ. നമുക്ക് സേറില്ലല്ലോ എന്നിട്ട്. ഓഹോ, ഇതൊക്കെ തുരുമ്പൂടി ചങ്ങത്തി. പക്ഷെ ഞാൻ കളിയത് കൊച്ചി കണ്ട വലിച്ചെറിയോ? ഗീന്റെ ഒരു നെയ്യിന്റെ സേറാട്ടത്. ഞാൻ സ്റ്റീലിന്റെ പുതിയ വാങ്ങിയേക്ക്. പക്ഷെ അതൊന്നും ഞാൻ എടുക്കൂല. ഇത് ഇനി എത്ര മിനിറ്റ് ഇങ്ങനെ പൊടിക്കണം? ഇത് പൊരിയണം. എത്ര മിനിറ്റ് ആവണോ? 10 മിനിറ്റ് ആവും. ഞാൻ റീൽ എടുക്കട്ടെ. അപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ സാധനം അരിതാ ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട്. പൊരി പോലെ ആയിട്ടുണ്ട് അല്ലേ? കൊള്ളാം കൊള്ളാം. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ റീൽസ് മറക്കും. ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ അരി ഇതാ നല്ല പൊരി പോലെ വറുത്ത് കിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഇതിലോട്ട് മാറ്റും കേട്ടോ. മാറ്റാൻ തുടങ്ങിയല്ലോ. എന്നിട്ട് ഇത് ഇനി എന്താ ചെയ്യണ്ടേ? മിക്സിയിലിട്ട് പൊടിക്കും. ഓ, ഇത് ഇനി മിക്സിയിലിട്ട് പൊടിക്കും. തണുക്കണം. ചൂടാറിയിട്ട്. ഓക്കെ. നമ്മളെ അപ്പത്തിനും നമ്മളെ ഇതെന്തായി നോക്കാം അല്ലേ? ആരംഭം. ഒരു ഒരു ചൂർത്തിയുടെ സ്മെല്ലാട്ടോ അതിങ്ങനെ അല്ലേ? വാക്ക് പറഞ്ഞില്ലേ? എന്ത് എന്ത്? ഓക്കെ, വലിയ പട്ടാണിക്കാട്ടുള്ള പോലെ വെന്ത് വന്നിട്ട്. അപ്പൊ നമ്മള് അരി എന്താ പൊടിച്ചു വെച്ച അരി വറുത്ത് വെച്ച അരി തണുത്തിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇത് പിന്നെ അതിന് വേണ്ടത് പച്ചമുളക്. ചീരമുളകാണ് നല്ലത്, പക്ഷെ ഇവിടെ ഇല്ല. മുളക് നല്ലോണം കൂട്ടണം, നല്ല എരിവുണ്ടാവുള്ളൂ. വെളുത്തുള്ളി, ചെറിയ ജീരകം, വലിയ ജീരകം. പിന്നെ കറിവേപ്പില കൂട്ടും, പക്ഷെ ഞാൻ കൂട്ടുന്നില്ല, എനിക്ക് ഇഷ്ടമല്ല. കുരുമുളകും കൂട്ടുന്നവരുണ്ട്, അതും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ മഞ്ഞപ്പൊടി കൂട്ടും, അതും ഇഷ്ടമല്ല. മഞ്ഞപ്പൊടി കൂട്ടും. ഇത് നമുക്ക് ആദ്യം പൊടിച്ചെടുക്കാം. ഇത് മാത്രം പൊടിച്ചെടുക്കാം. ഇതോ? ഇത് ആദ്യം പൊടിച്ചതിന് ശേഷം ഇതൊക്കെ പൊടിച്ചെടുക്കണം, വീണ്ടും പൊടിച്ചെടുക്കണം. ഇതും ആയിരിക്കും മിക്സിയിട്ട് നരക്കണം. ഓക്കെ, ഇതെല്ലാം ഓക്കെ. ഒരു മിനിറ്റ്, പൊടിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അരി ഇത്ര വേണ്ടല്ലേ? പൊടിച്ചു വെച്ചാൽ ആവശ്യത്തിന് എടുത്താൽ മതി. പൊടിഞ്ഞു വന്നിരിക്കുന്നു. ഇനിയും സാധനം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാലോ, ഫ്രിഡ്ജിൽ വെച്ചാല്. അതിനുശേഷം നമ്മളിതാ നമ്മളെ മുളക്, വെളുത്തുള്ളി ഇതൊക്കെ അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് മുളക്, വെളുത്തുള്ളി ഇതൊക്കെ അരച്ചെടുക്കണം. കാരണം ഇതിൻ്റെ മസാലയാണ് ഈ സാധനം കേട്ടോ. അപ്പോൾ അരച്ചെടുത്തോളി. വെളുത്തുള്ളിയുടെ തോലൊന്നും പോക്കണം. വെളുത്തുള്ളിനെ തോലൊന്നും പോക്കണം. അപ്പോൾ നമ്മളാ പിന്നെ വെളുത്തുള്ളിയും മുളകും അരച്ച് ഇവിടെ ഇങ്ങനെ വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താക്കും, ഈ ചുണ്ടക്കായി എടുത്തിട്ട് അരയ്ക്കും അല്ലേ? ഓക്കെ. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇടണോ? ഉപ്പോ? പിന്നെ ഇട്ടാൽ മതി. ചുണ്ടക്കായി അരയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചുണ്ടക്കായി പെട്ടെന്ന് അരിഞ്ഞിട്ടോ? കുറേ നേരം അരിക്കണോ? ഇത്ര 2 സെക്കൻഡ്. കൂൾ. ഇത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ അതിലോട്ടാണ് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ വലിയ ജീരകം, ഇതാ ചെറിയ ജീരകം, പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കുക.
അതോടുകൂടി ഇതിന്റെ പ്രോസസ്സ് കഴിഞ്ഞില്ലേ? ഇത്രയല്ലേ ഉള്ളൂ. അരിപ്പൊടി ഇടണോ? ആ ശരിയാ ശരി. നമ്മൾ കുറച്ച് അരിപ്പൊടി അത് പറഞ്ഞു. കുറച്ചധികം ഉപ്പ്. ഉപ്പൊക്കെ ഇങ്ങനെ ഇടണം അമ്മ. കുറച്ചിടുമ്മ പ്ലീസ്. കഴിക്കാൻ പറ്റൂല അമ്മ. അരിപ്പൊടി പോയില്ലേ? അപ്പൊ അതിന് ശേഷം നമ്മൾ എന്താക്കുക? അരിപ്പൊടി. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താക്കുക? അതിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അരിപ്പൊടി ആവശ്യത്തിന് തട്ടി കൊടുത്താൽ മതി. നോക്കിയിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം. നല്ലോ കൈ കഴുകിയതാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എത്ര നേരം മിക്സ് ചെയ്യും? കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ മിക്സിങ് ഒക്കെ. ചാണകം പോലെ ചാണകം അല്ലെങ്കിൽ ആനക്ക് കൊടുക്കുന്ന ഇതില്ലേ? ഇഷ്ടമൊന്നുമില്ല. അക്കൂരാണ് ഇഷ്ടം. ജാഫറിനും തുറന്നാകെ നല്ല ടേസ്റ്റാ. ഈ വെയിലില്ലാത്തടത്ത് എങ്ങനെ വെയിലത്തെടുത്ത്? അതാണ് പ്രശ്നം. ഇതൊന്നും വെയിലുള്ള സമയത്ത് നമുക്ക് കിട്ടൂല. മഴക്കാലം വരുമ്പോൾ ഇതൊക്കെ കിട്ടുക. ഇത് ഉണക്കാൻ കുറച്ച് പാടുപെടും ഞാൻ. എന്താ ടൈറ്റ് ആയിപ്പോ. ഇത് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ പൊടി കൂട്ടുന്നത്. ഉപ്പുണ്ടോ നോക്കിയത്? അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഉരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിലിങ്ങനെ എടുക്കുക, എന്നിട്ടിങ്ങനെ ഉരുണ്ടാക്കിയിട്ട് ഇങ്ങനെ ആക്കുക. വലിയ ഷേപ്പൊന്നും വേണമെന്നില്ല, നമുക്ക് തിന്നാനുള്ളതല്ലേ. എന്നിട്ട് ഇത് വെയിലത്ത് വെച്ച് ഒരു 2 ദിവസം നല്ലോണം ഉണങ്ങിയതിന് ശേഷം എണ്ണയിലിട്ട് പൊരിക്കുക. ഇതല്ലേ പ്രോസസ്സമ്മ? ഇതാരാ മോൻ്റെ മരുമോളാ? മരുമൊക്കെ കാണിച്ചു കൊടുക്കുക. മരുമോൾ വന്നിട്ട് ഇതൊക്കെ ചെയ്യട്ടെ. മരുമോൾ ഇതൊക്കെ കാണുന്നുണ്ടേ. ഉമ്മാൻ്റെ മുഖമുള്ള മരുമോള് കാണുന്നേ. ഒന്നും കേൾക്കുന്നില്ല മരുമോൾ? ചിങ്കു ഇതൊക്കെ പഠിച്ചോണ്ടി അറിയാം. ഓളിവിടെ പണിയെടുക്കൂല എന്നൊക്കെ പറഞ്ഞു. വേണേ വേലക്കാരി വെച്ചാൽ ഉമ്മ വേലക്കാരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വീഡിയോയിൽ വരുന്നല്ലോ ഞാൻ. ഓള് പറഞ്ഞ സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ആദ്യം എക്സ്പെക്ട് ചെയ്തോളി. ഓളെ വാപ്പൊക്കെ കാണൂല ഇതൊക്കെ. അതിനെന്താ? രാവിലെ എണീക്കൂല. ഓള് എണീച്ച് വരുന്നതിന് ഇവിടെ ഫുഡ് റെഡി ആയിരിക്കണം. അപ്പോൾ സംഗതി ഇതാ ഉണ്ടാവൂലേ ഒക്കെ ചെയ്യാനിനി. പെണ്ണെട്ടിയാലും ആണുങ്ങളൊക്കെ ചെയ്തോളൂ അല്ലേ ചിങ്കു? പെണ്ണുങ്ങൾ ചെയ്തില്ലെങ്കിൽ ആണ്. പിന്നെ ഇത് എന്നിട്ട് നല്ലോണം വെയിൽ വേണം. പക്ഷെ വെയിലില്ല. ഓക്കെ, മഴക്കാലത്ത് ഇങ്ങനെ വെയിലുണ്ടാവുക. മഴക്കാലായോ? അല്ല, അതൊന്ന് കൊച്ചിയിലൊക്കെ അതാ ഫ്ലഡാണ്. കൊച്ചിയിലൊക്കെ വെള്ളപ്പൊക്ക. എന്നിട്ട് ഇത് നല്ലോണം എണ്ണയില് എണ്ണ ചൂടാകുമ്പോ എണ്ണയിലിട്ട് വറുത്ത് പോരുക. ഇത് അറിയായിരിക്കും കേട്ടോ, കുറെ ആൾക്കൊക്കെ അറിയാം. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി പറയാൻ. ഓക്കെ, നമുക്ക് ഇതിന് ശേഷം എന്താ ഈ പെയിന്റ് അടിയൊക്കെ? പെയിന്റ് അടിയൊക്കെ തകടായി നടക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് ശേഷം കാണാം അല്ലേ? വൈകിട്ട് 6:30 ആയിട്ടുണ്ട്. അപ്പം നമ്മളിതാ പൊരയില് സൂപ്പർ സ്റ്റാറിന്റെ റൂം റെഡിയാക്കാൻ ആൾക്കാർ വന്നേക്കണേ. അപ്പം ജിപ്സം ഇടാൻ വേണ്ടി പോവാണ്. റൂമിന്റെ മേലെ റൂം സെറ്റാക്കണം, എന്നാലേ നമുക്ക് പെയിന്റ് അടിക്കാൻ പറ്റുള്ളൂ. ഇത് ജിപ്സമുള്ള ഏണി, പിന്നെ ഇത് പലക, ഇത് കമ്പി. പൊര മൊത്തം നാശമായി കിടക്കുക. പൊര അലാക്കിന്റെ അവലും കഞ്ഞി പോലെ അയക്കണേ. ഇതാ ജിപ്സത്തിന്റെ ബോർഡ് അത് അവിടെ സെറ്റ് അയക്കണേ അല്ലേ? പറയുമ്പോ പെയിന്റ് നോക്കി ഇവിടെയൊക്കെ പെയിന്റ് അടിച്ച് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. എവിടെ ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, എവിടെ ഇരിക്കാൻ പറ്റൂല, എവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. TV വരെ കാണാൻ വേണ്ടി പറ്റൂല. അപ്പൊ അതൊക്കെ പൊര മൊത്തം ഇങ്ങനെ കിടക്കാണ്. നോക്കണ്ട, നമ്മള് സെറ്റ് ആക്കും. ഉമ്മാനെ 2 നൈറ്റി ഒരുക്ക് കൊടുത്തിക്കണ്. എന്തിനാ? നിലത്തിടാനായിരുന്നു. ഉമ്മക്കാരല്ല പറഞ്ഞത്. ഓൻ എന്താന്ന് പോലും അറിയില്ല. വരി, അപ്പൊ നമ്മള് ഇനി മേലോട്ട് കയറിയിട്ട് സൂപ്പർ സ്റ്റാറിന്റെ റൂം കാണിച്ചതാ. ഇവിടെയൊക്കെ പെയിന്റ് അടി കേട്ടോ. ഇതൊക്കെ ഈ ജനവാല് പെയിന്റ് അടിച്ച് കഴിഞ്ഞ്. അതാണ് ഇത്ര വൃത്തി. എന്റെ വൃത്തിയിൽ കാണുന്നുണ്ട്. എന്താ സാധനങ്ങൾ ഇറക്കി വെച്ചിട്ട് നോക്കി. എൻ്റെ റൂമിലത്തെ കട്ടില്, അലമാര എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഇതാണ് നമ്മളെ റൂമിൽ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ ജിപ്സം ചെയ്യാൻ വേണ്ടി പോകും. ജിപ്സം എന്ന് പറഞ്ഞാൽ ഈ മേലെ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റിംഗ് ഒക്കെ വന്നിട്ട് നല്ല സെറ്റപ്പ് ആക്കും അല്ലേ? അങ്ങനെ പറഞ്ഞോല്ലേ, പക്ഷെ മോഡലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയാണ് പറഞ്ഞത്. ആ ലൈറ്റ് ഊരണ്ട, അതിന്റെ മേലല്ലേ വരുന്നത്. ഇതായത് ജിപ്സം ഈ ഇവിടുന്ന് ഇങ്ങനെ നേരല്ല കേട്ടോ, ഈ ഒരു കട്ടിങ്ങിന്ന് നേരല്ല വരുന്നത്. അപ്പൊ റൂമിന്റെ ഹൈറ്റ് പറ്റ കുറയും. നമ്മൾ അവിടുന്ന് നേരെ ഇങ്ങോട്ടാക്കിയിട്ട് അവിടുന്ന് ഇങ്ങനെ സ്ലൈഡ് ആയിട്ട് തന്നെ
ഒരു വെറൈറ്റി സ്റ്റൈൽ പിടിക്കാന്നാ പറഞ്ഞത്. നമ്മളെ പിന്നെ കൊറിയൻ അപ്പുറത്തെ റൂമിക്ക് തട്ടിക്ക്. ആ കൊറിയൻകാരൻ ഇന്ന് പോകും. മോനേതാ അക്കൊരു റൂമിക്ക് തട്ടിട്ട് ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ അവസ്ഥ. എല്ലാ സാധനം ഇപ്പോൾ ഇതാ ഇവിടെ കൊണ്ടിട്ടെടുക്കുക. എൻ്റെ യൂട്യൂബ് പ്ലേ ബട്ടനൊക്കെ എങ്ങനെ എടുക്കുന്നത് ഗൈസ്. 7000 സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നാൽ എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവും നമ്മളെ മെയിൻ ചാനലിൽ യാസീം വ്ളോഗ്സിൽ. എന്താണ് എന്റെ മമ്മാന്റെ കല്യാണ ഡ്രസ്? ആ ഭാവിന്റെ കല്യാണ ഡ്രസ്സാണ് ഗൈസ്. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോളി, തരും. റെന്റ് ഒന്നും തരണ്ട. പിന്നെ ഇപ്പൊ ഒരു വീട്ടില് നിങ്ങൾ തിരിച്ചു തരണം. പക്ഷെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓളെ ഭയങ്കര മെമ്മറീസ് ഉള്ളതാണ്. അപ്പൊ ആർക്കെങ്കിലും കല്യാണ ഡ്രസ്സ് ഇല്ല, ഇങ്ങനെ ഒരു കല്യാണ ഡ്രസ്സ് വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആണ് റെന്റിന് നമ്മള് റെന്റ് ഒന്നും തരുന്ന അതല്ല. ഇപ്പൊ ആർക്കെങ്കിലും റെന്റ് ഒന്നും വേണ്ട, പക്ഷെ ഈ ഡ്രസ്സ് മതിയെങ്കിൽ ഇതിന്റെ സൈസ് എങ്ങനെ എത്ര ഇതിന്റെ ഡ്രസ് ഒന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കി. ശരി, അത് ഇവിടെ പിടിപ്പിക്കും. ഇവിടെ ഇങ്ങനെ വെച്ചായി. ആ ഇല്ല വീണൂല. ആർക്കെങ്കിലും കല്യാണ ഡ്രസ്സ് വേണമെങ്കിൽ ഇതൊരു 2017 മോഡലാണ്. 18 2017. ആ തിരിക്കി തിരിക്കി അങ്ങോട്ട് വാ. ഇതാണ് മോഡല്. ഒരു മിനിറ്റ്. ഇതാട്ടോ, ഇതിന്റെ പേര് ഷെർവാറി അല്ലല്ലേ? ഷെർവാണി അല്ലത്? ഷെർവാണി അല്ല, ലെഹങ്ക. ആ ലെഹങ്ക, പട്ടേല ലെഹങ്ക, പാകിസ്ഥാനി ലെഹങ്ക അല്ലല്ലേ? ഇതോ ഇതെന്റെ ഷാള്. ആ ഇതെന്റെ ഷാളാണ്. ഓക്കെ, ഞാൻ എന്റെ ഇത് കാണിക്ക്. ബ്ലൗസ് ആ ഇത് ബ്ലൗസ് വരുന്നത്. ഓക്കെ, അപ്പം അത്യാവശ്യം ഹൈറ്റുണ്ട്, കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്യാവശ്യം ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ആർക്കെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ തിരിച്ച് ഇവിടെ അയച്ചു തരണം. നമ്മളെല്ലാരും റെന്റിന് വാങ്ങുന്നത്. അപ്പൊ നമ്മള് റെന്റ് വാങ്ങാണ്ട് നമ്മൾ കൊടുക്കും. മടിയെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ടാ പറഞ്ഞ റെന്റിന് ഇപ്പൊ എല്ലാരും കല്യാണ ഡ്രസ് റെന്റിന് എടുക്കുന്നുണ്ട്, പെണ്ണുങ്ങളൊക്കെ. അപ്പൊ ആർക്കെങ്കിലും വേണേ പറഞ്ഞോളിട്ടോ, തരുന്നതായിരിക്കേ. അയ്യോടെ ഇതാണ് നമ്മളെ ചെക്കൻ. ഇതാണ് മിഥിലാജ്. ഇവനാണ് എൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. മിഥിലാജിനെ ഒച്ചട്ടിട്ട് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാ. ആ മിഥിലാജിന് ഭയങ്കര ഡിമാൻഡ് ആക്കല്. ആരെങ്ങാട്ടിയും ഇത്രയും തിരക്കുള്ള ഒരാള്. വാ, എന്റെ കല്യാണ ഡ്രസ് റെന്റിന് കൊടുക്കട്ടെ? റെന്റിനല്ല, ആൾക്കാർക്ക് കൊടുക്കട്ടെ? അങ്ങനല്ല, തിരിച്ചിങ്ങോട്ട് ചോദിക്കും. കാണിച്ചു കൊടുത്ത് ഇപ്പൊ തന്നെയല്ലേ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനത്തെ ഇടൂല. മൈക്ക് അല്ല, എനിക്ക് തന്നെ എല്ലാവർക്കും പാന്റ് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ പാന്റ് മാത്രം വാങ്ങാലോ. ഇപ്പൊ എല്ലാരും ഇങ്ങനെ തന്നെ ഇടുന്നത്. ഓക്കെ, ആ അപ്പൊ നമ്മളെ വർക്ക് നടക്കട്ടെ. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാം. അതിന്റെ ഇടയ്ക്ക് നമ്മളെ കൊറിയക്കാരനെ കൊണ്ടാക്കണം. അങ്ങനത്തെ കുറച്ച് പേര്. എങ്ങനെ ചെയ്യുന്നതിന്റെ മോഡൽ നോക്കട്ടെ. ഒരു ഞാൻ പറഞ്ഞു മോഡൽ കാണിച്ചു. ചെക്കനെ കൂട്ടി പോവാണ്. ബൈ. Yeah, let's go. Bye.
Yeah, see you in Korea. Bye-bye. Bye. See ya. Thanks, bro. Appreciate it a lot. Welcome. So, നമ്മളെ അത് വോയിസ് ഓവർ കൊടുത്താൽ ചെക്കൻ പോയിട്ടോ. അങ്ങനെ ചെക്കൻ പോയിട്ടോ. അപ്പോൾ നമ്മളെ കൊറിയൻ ചെക്കനെ കൊണ്ടാക്കി ഞാൻ തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, നല്ല വിഷമമുണ്ട്. ചെക്കൻ പോയാൽ കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം സി യു ഇൻ സോൾ. കൊറിയൻ ചെക്കനെ നമ്മൾ കൊറിയയിൽ വെച്ച് കാണാം, അങ്ങനെ എനിക്ക് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ഞാൻ വയ്യാണ്ടായിരിക്കുന്നു. രാത്രി ഇപ്പോൾ 12:30 അപ്പോൾ നാളെ രാവിലെ ബാംഗ്ലൂർ എടുത്തും അവിടുന്ന് നേരെ മിക്സർ പോകും കേട്ടോ. അപ്പം അങ്ങനെയാണ് അവൻ്റെ പ്ലാൻ. അപ്പം നാളെ കിട്ടിയാലും വീഡിയോ ആയിട്ട് വരുന്നവരെ പിന്നെ നമ്മളെ പണി എന്തായെന്നൊക്കെ നാളെ കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ.